എല്ലാവർക്കും നമസ്കാരം. ഇത് വേൾഡ് കപ്പിൻ്റെ സമയം. ഫുട്ബോൾ ആരാധകർ ഉറക്കം കളഞ്ഞ് ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയം. പലർ ജോലിക്ക് പോലും പോകാതെ ഫുട്ബോൾ ഭ്രാന്ത്, ഫുട്ബോൾ ജ്വരം പിടിച്ചിരിക്കുന്ന ഒരു സമയം. എവിടെയും ഫിഫ ഫീവറാണ്. അതിനിടയിൽ പൊന്തി വരുന്ന രണ്ട് താരങ്ങളാണ് മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. ഞാൻ ഒരു മെസ്സി ആരാധകനാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മെസ്സി ആരാധകനാകാൻ കാരണം മറ്റുള്ളവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഇല്ലാഞ്ഞിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് ആരാധന തോന്നിയത് അദ്ദേഹം കളിക്കളത്തിൽ കാണിക്കുന്ന തന്മയത്വവും വിനയവും ഒരു മാന്യതയും അത് മറ്റുള്ള കളിക്കാരിൽ ഇത്ര കൂടുതലായി കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പലപ്പോഴും മെസ്സി എന്ന കളിക്കാരൻ്റെ മാജിക്കൽ കളികളേക്കാൾ എന്നെ ആകർഷിച്ചത് അദ്ദേഹം കളിക്കളത്തിൽ കാണിക്കുന്ന ഒരു മാന്യതയാണ്. സ്വന്തം ടീമിലെ അംഗങ്ങൾക്ക് കൃത്യമായ പാസ് കൊടുത്തുകൊണ്ട് ഗോളടിക്കാൻ അദ്ദേഹം കാണിക്കുന്ന കൃത്യമായ ഒരു പരിശ്രമമുണ്ട്. അവിടെ അദ്ദേഹം കാണിക്കുന്നത് ആ ടീമിൻ്റെ വിജയം എങ്ങനെയെങ്കിലും ഉറപ്പുവരുത്തുക എന്നതാണ്. പല കളിക്കാരും ചെയ്യുന്നത് സ്വന്തമായ റെക്കോർഡുകൾ ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളാണ് അവർ നടത്തുക. നേരെ മറിച്ച് മെസ്സി എന്ന മാന്യനായ പ്രതിഭാശാലിയായ ഒരു കളിക്കാരൻ സ്വന്തം ടീമിലെ അംഗങ്ങൾക്ക് കൃത്യമായി ബോൾ പാസ് ചെയ്തു കൊടുക്കുകയും അത് കൃത്യമായി ഗോൾ പോസ്റ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. അവിടെ വളരെ നിശബ്ദനായി ശാന്തനായി നടന്നെടുക്കുന്ന മെസ്സിയെ നമുക്ക് കാണാം. ഏതു വിജയത്തിലും അതിരുകവിഞ്ഞ ആഘോഷ പ്രകടനങ്ങൾ കാണിക്കാത്ത, അലതല്ലുന്ന സന്തോഷം കാണിക്കാത്ത ഒരു വ്യക്തിത്വം. വളരെ മാന്യതയുടെ മനുഷ്യരൂപമാണ് കളിക്കളത്തിൽ മെസ്സി. എവിടെയും അങ്ങനെ തന്നെയാണ്. ആ വ്യക്തിയോട് തോന്നുന്ന ആരാധന, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മെസ്സി തന്നെയായിരിക്കും. ഇത് മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മെസ്സി എന്ന ആരാധകനിലെ എനിക്ക് തോന്നിയ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്നെപ്പോലെ തന്നെ ഇതേ അഭിപ്രായമുള്ള എല്ലാവർക്കും ഈ കളിക്കാരനോട് കൂടുതൽ വ്യക്തിപരമായ സ്നേഹവും അടുപ്പവും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാന്യത മറ്റുള്ളവർക്ക് ഒരു പ്രചോദനവും ആകും. ഈ വേൾഡ് കപ്പ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരവസരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വേൾഡ് കപ്പ് ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ നമ്മെ തന്നെ വേദനിപ്പിക്കാനുള്ളതാകരുത്, മറിച്ച് സന്തോഷിക്കാനുള്ളതാകട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു.